ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025 ഡിസംബറിൽ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 2, 1, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം നടന്ന സംഭവം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഏത് വർഷമാണ്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. രണ്ടാമതായി നടന്നത് പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ പതനമാണ്. 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത്. ഏത് വർഷമാണ്? 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത്. ഫ്രാൻസിലെ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന കോട്ടയാണ് ബാസ്റ്റിൽ കോട്ട. 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത്. മൂന്നാമതായി നടന്നത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. 1789 ഓഗസ്റ്റ് 12 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. 1789 ഓഗസ്റ്റ് 12 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുമായി ബന്ധപ്പെട്ട സംഭവമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഏത് വർഷമാണ്? 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ, പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ, ഗോദാവരി. പോളവാരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. എന്താണ്? ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ അൽ സീസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ആരൊക്കെയാണ് അധ്യക്ഷത വഹിച്ചത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ അൽ സീസിയുമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈയൊരു ഉച്ചകോടിയിലെ ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിതകാരിണി സമാജം, വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗം പന്തലു ആണ്. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു.
സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായിക്കർ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, രണ്ടാമത്തേത് മാത്രം. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് 1917. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച പ്രസ്ഥാനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ബോംബെയിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് ഗോവാലിയ ടാങ്ക് മൈതാനമാണ്. എന്താണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് ഗോവാലിയ ടാങ്ക് മൈതാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. ആൻസർ ഓപ്ഷൻ എ, വാവുവേലി. എന്താണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? വാവുവേലി. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ എ, ആനമുടി. ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ആൻസർ ഓപ്ഷൻ ബി, എക്കൽ മണ്ണ്. പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഗാദർ. പഴയ എക്കൽ നിക്ഷേപം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബങ്കർ എന്നാണ്. പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഗാദർ എന്നും പഴയ എക്കൽ നിക്ഷേപം ബങ്കർ എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരുവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, താഴ്വരക്കാറ്റ്. അതായത് താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ആൻസർ ഓപ്ഷൻ എ, ഇ സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 2025 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, പ്രസ്താവന 1, 3 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായി. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായി. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി,
1970 പകുതി മുതൽ 1980 പകുതി വരെ. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എന്നാണ്? 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്നത് എന്നാണ്? 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി 2, 3 ശരി. ഗാട്ടിൻ്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ഗാട്ടിൻ്റെ പിൻഗാമിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഗാട്ട് സ്ഥാപിതമായ വർഷം എന്നാണ്? 1948 ജനുവരി 1 ലോക വ്യാപാര സംഘടന അഥവാ WTO സ്ഥാപിതമായത് എന്നാണ്? 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം. ആൻസർ ഓപ്ഷൻ ഡി ഇതെല്ലാം. ഏതൊക്കെയാണ്? ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നീതി ആയോഗ് ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്. എന്തൊക്കെയാണ്? സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്. ആസൂത്രണ കമ്മീഷനു പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. നിലവിൽ ആരാണ്? നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 2023 G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയായിരുന്നു. പ്രമേയം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 2025 G20 ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ വെച്ചാണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അമേരിക്കയിലെ മിയാമി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ
ഭരണഘടനാ ഭേദഗതിയാണ്? ആൻസർ ഓപ്ഷൻ ബി 2002. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തത് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 39A ആണ്. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 39A ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അനുച്ഛേദം 44 സിവിൽ നിയമ സംഹിത. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 44. അനുച്ഛേദം 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 63. അനുച്ഛേദം 79 പാർലമെന്റ് രൂപീകരണം. പാർലമെന്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 79 ആണ്. ആർട്ടിക്കിൾ 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും. അനുച്ഛേദം 44 സിവിൽ നിയമ സംഹിത. അനുച്ഛേദം 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി. അനുച്ഛേദം 79 എന്താണ്? പാർലമെന്റ് രൂപീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ലോക്സഭ സ്പീക്കർ. ഒരു ബിൽ ധനബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭ സ്പീക്കർക്കാണ്. ധനകാര്യ ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 110 ആണ്. ധനകാര്യ ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 110. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി 20 വർഷം. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? 20 വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? ആൻസർ ഓപ്ഷൻ ബി മൾബറി വേഴ്സസ് മാഡിസൺ കേസ്. 1803 മൾബറി വേഴ്സസ് മാഡിസൺ കേസിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1, 4. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5-ലാണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 5 ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പാർലമെന്റ് എന്ന പദം ഉടലെടുത്തത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. പാർലമെന്റിന്റെ അംഗമല്ലാത്ത പാർലമെന്റിലെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിലെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 26.
മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? 26. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊറോഗേഷൻ എന്നത്? ആൻസർ ഓപ്ഷൻ സി, ഒരു സെഷൻ അവസാനിക്കുന്നു. പ്രൊറോഗേഷൻ എന്നത് എന്താണ്? സഭയുടെ ഒരു സെഷൻ അവസാനിക്കുന്നതാണ് പ്രൊറോഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, രാജ്കുമാർ റാവോ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവോ. അടുത്ത ക്വസ്റ്റ്യൻ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1,00,000. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1,00,000 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീമതി KC റോസക്കുട്ടി. MC ജോസഫൈന് മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരായിരുന്നു? KC റോസക്കുട്ടിയാണ്. നിലവിൽ ആരാണ്? P സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയായിരുന്നു. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുകൃതം. കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. അടുത്ത ക്വസ്റ്റ്യൻ, P സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ആൻസർ ഓപ്ഷൻ എ, മരണ സർട്ടിഫിക്കറ്റ്. P സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? മരണ സർട്ടിഫിക്കറ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ആൻസർ ഓപ്ഷൻ ഡി, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മലേറിയ. ജീവിതശൈലി രോഗങ്ങളാണ് ക്യാൻസർ, പ്രമേഹം, അമിതഭാരം എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ആൻസർ ഓപ്ഷൻ എ, കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം? ആൻസർ ഓപ്ഷൻ എ, ജീവകം ഡി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്തനാർബുദം. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? സ്തനാർബുദം. റെഡ് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? എയ്ഡ്സ്. എയ്ഡ്സിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് റെഡ് റിബൺ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന
മരണാനന്തര അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്ത ക്വസ്റ്റ്യൻ, പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഇവയിലെല്ലാം. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏതിലൊക്കെയാണ്? സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏതിലൊക്കെയാണ്? സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ഹൈഡ്രോളിക് ജാക്കിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി. ആൻസർ ഓപ്ഷൻ എ, 4000 ജൂള്. ഇവിടെ പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? W = ½ m × v² - u² ആണ്. m 20 കിലോഗ്രാം ആണ്. u എത്രയാണ്? u ആദ്യ പ്രവേഗമാണ്. വസ്തു നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് u ഇവിടെ 0 ആണ്. ഇനി v എന്താണ്? അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റി ആണ്. അതെത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കുമ്പം ആൻസർ എത്രയാണ് കിട്ടുക? 4000 ജൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-3യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, 1 and 3. ഏതൊക്കെയാണ്? LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. 2025 നവംബർ 2-ന് ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-3യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. CMS-3 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? LVM-3 റോക്കറ്റാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് CMS-3. എന്താണ്? ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് CMS-3. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ആൻസർ ഓപ്ഷൻ സി, 2 and 4. ഇവിടെ ഒരേ ഊർജം ഉണ്ടായിരിക്കുന്നത് ഏതിനൊക്കെയാണ്? 2 and 4-നാണ്. എന്നിൻ്റെ വാല്യൂ ഒരുപോലെ വരുന്നത് രണ്ടാമത്തെയും നാലാമത്തെയും കേസിലാണ്. n = 3 ആണ് വരുന്നത് രണ്ടാമത്തതിലും നാലാമത്തതിലും. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എന്നിൻ്റെ വാല്യൂ ഈക്വലായിട്ട് വരുന്ന 2 കേസാണ് ഇവിടെ ഉള്ളത്, രണ്ടാമത്തെയും നാലാമത്തെയും. n ആണ് ഊർജ്ജനിലയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ എന്നിൻ്റെ വാല്യൂ എത്രയാണോ അതിനേക്കാൾ 1 കുറവായിരിക്കും ഏതിൻ്റെ വാല്യൂ? എല്ലിൻ്റെത്. n 3 ആകുമ്പോൾ ഇവിടെ L എത്രയാണ്? 2 ആണ്. ഇനി n 1 ആണെങ്കിൽ L എത്രയായിരിക്കും? 0 ആയിരിക്കും. n 2 ആണെങ്കിൽ L എത്രയായിരിക്കും? 1 ആയിരിക്കും. ഊർജ്ജനിലയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെ n ആണ്. n ഈക്വലായിട്ട് വരുന്നത് രണ്ടാമത്തെയും നാലാമത്തെയും കേസിലാണ്. അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്, എന്നിനേക്കാളും 1 കുറവായിരിക്കും എല്ലിൻ്റെ വാല്യൂ. ഇവിടെ ഏതാണ് ആൻസർ? n = 3 വരുന്ന കേസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി. സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതുപോലത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ,
ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. എന്താണ്? ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി, ജോൺ എം മാർട്ടിനിസ്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി, റിച്ചാർഡ് റോബ്സൺ. ആർക്കൊക്കെയാണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്? സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി, റിച്ചാർഡ് റോബ്സൺ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേഗ. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കേഗ. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ എ, വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഇശൽ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് ഇശൽ എന്നാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സുനിൽ ഗവാസ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, തക്ബുർനി എന്ന സമകാല നോവൽ രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, വന്ദന. തക്ബുർനി എന്ന നോവൽ ആരുടേതാണ്? വന്ദനയുടേതാണ്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന GK. അടുത്ത ദിവസം പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക്